എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. തൃശ്ശൂർ അതിരൂപതയുടെ മീഡിയ കത്തോലിക്ക ഒരുക്കുന്ന മനസ്സും മനഃശാസ്ത്രവും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സന്തോഷം നമുക്ക് പുറത്തുനിന്ന് തരാൻ പറ്റുന്നതല്ല, നമ്മൾ തന്നെ രൂപപ്പെടുത്തിയെടുക്കുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ മനഃശാസ്ത്രം വളരെ കൃത്യമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് ജീവിതത്തെ സന്തോഷമാക്കി എടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റ് മൃഗങ്ങളിൽ നിന്നും മറ്റ് ജീവികളിൽ നിന്നും മനുഷ്യന് മാത്രമുള്ളൊരു വളരെ നല്ലൊരു കഴിവാണ് അവൻ്റെ മനസ്സുകൊണ്ട് അവൻ്റെ ജീവിതത്തെ ഏറ്റവും സന്തോഷമാക്കി തീർക്കാനുള്ള കഴിവുണ്ടെന്നുള്ളത്. ഇങ്ങനെ മനസ്സിൻ്റെ കഴിവിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനഃശാസ്ത്രങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനഃശാസ്ത്രജ്ഞനായ വില്യം ഗ്ലാസർ, ഒരു അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ മനഃശാസ്ത്ര പഠനങ്ങളിൽ ഗവേഷണങ്ങളിൽ കണ്ടെത്തിയ ചോയ്സ് തിയറി എന്ന് പറയുന്ന തിയറിയുണ്ട്, ഒരു തത്വം. അതുപോലെ നമ്മൾ ഒരു തത്വം എന്ന രീതിയിൽ വലിയൊരു സംഭവമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അങ്ങനെ ഒരു പഠനത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്ന ഒരു നല്ല ഒരു ചിന്ത ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 3 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഈ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിന് ഉണ്ടാകുന്നത് വളരെ ആവശ്യമാണ്. എപ്പോഴും പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എൻ്റെ പ്രശ്നത്തിനോ എൻ്റെ പ്രതിസന്ധിക്കോ എൻ്റെ ജീവിതത്തിലെ ഈ സാഹചര്യത്തിനോ ഒരു പരിഹാരവുമില്ല. ആകെ ഒരു പരിഹാരം ചിലപ്പോൾ നമ്മൾ കണ്ടെത്തുന്നത് ഒരുപക്ഷെ ഏറ്റവും പ്രശ്നം പിടിച്ചൊരു കാര്യമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിരാശപ്പെടുന്നു. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഇനി എന്തിനാണ് ഇങ്ങനെ ദുരിതം പിടിച്ച് ജീവിക്കണം എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ഈ ഒരു മനഃശാസ്ത്രജ്ഞൻ പറയുന്ന ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിനുള്ള സാധ്യതകളുണ്ട് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നതാണ്. അതാണ് നമ്മൾ ഈ തത്വത്തിൻ്റെ ഒരു തലക്കെട്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ കാണുന്നത് ചോയ്സ് തിയറി എന്ന് വെച്ചാൽ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ട് ഒരു ദിവസം എഴുന്നേൽക്കുമ്പം, ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പം, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരുപാട് സാധ്യതകൾ എൻ്റെ കൺമുന്നിലുണ്ട്. അത് കാണാതെ പോകുന്നത് ഒരു പക്ഷേ നമ്മുടെ വ്യക്തിപരമായ ചില ആകുലതകളാകാം, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ചില പ്രതിസന്ധികളാകാം. പക്ഷേ നമ്മൾ ആ പ്രതിസന്ധികളുടെ സമയത്ത് ചെന്നെത്തുന്നത് ആകെ ഒറ്റ ഒരു സാധ്യതയുടെ സ്ഥലത്താണ്. പക്ഷെ അതിന് പകരം അദ്ദേഹം പറയുന്നത് ഒന്ന് മാറി ഒന്ന് ചിന്തിക്കാൻ പറ്റും, ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ പറ്റുക. ആ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങേ വശത്ത് അല്ലെങ്കിൽ മറുവശത്ത് ഒരുപാട് സാധ്യതകളുടെ ലോകം നമ്മുടെ മുൻപിലുണ്ട്. അപ്പം അതുകൊണ്ട് ആ സാധ്യതകളെ കണ്ടെത്താൻ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും നമുക്ക് ഒരുപാട് നന്നായി മുന്നോട്ട് പോകാൻ പറ്റും.